എന്നിട്ട് എവിടെയാ പോന്നേ? ബാവിലി എവിടെയാ? ആ ആ കുറേ പോകണം അല്ലേ? ബസ് പോകണം. കല്യാണത്തും പള്ളി ഓട്ടോറിക്ഷയിൽ പോകണം അല്ലേ? എന്നിട്ട് നമ്മൾ എവിടെയാ പോവാ? നദീനാൻ്റെ അടുത്ത്. നദീനാൻ്റെ അടുത്ത്. അപ്പം പോവാ. അവര് ബബീൻ്റെ അടുത്ത് പോവുക. ബബീൻ്റെ അടുത്ത് പോവുക. അങ്ങനെ ഞാനും റയാനും റിഹാനും കൂടി കല്യാണത്ത് പള്ളിയിൽ എത്തി. ഇതാണ് വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 2.5 കിലോമീറ്റർ കഷ്ടി. അപ്പോൾ അവിടെ പോയി പള്ളിയിലൊക്കെ കയറി. മനസ്സൊന്നും ഒരു സുഖമില്ലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അപ്പം രാവിലെ തന്നെ പള്ളികളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് പോയിട്ട് വേണം ഇനി ബാവിലി പള്ളിയിൽ പോകണം. അത് കർണാടക ബോർഡറാണ്, അതായത് മാനന്തവാടിയിൽ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിന് മേലെ. ടൗണിലെത്തി ATM എന്ന പൈസയൊക്കെ എടുത്ത് ബാവിലിക്ക് പോവുക. അങ്ങനെ ഞങ്ങൾ പൈസയൊക്കെ എടുത്ത് ഇറങ്ങിയപ്പോൾ അക്കുഡൂസിന് രാവിലെ ഇറങ്ങിയോണ്ട് ചായ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ചായയും പരിപ്പ് വടയൊക്കെ കഴിച്ചു. ഞങ്ങൾ ബസ് കയറി. ഏകദേശം അരമണിക്കൂർ അത്രയേ ഉള്ളൂ, വേഗം എത്തും. അങ്ങനെ പള്ളിയിലേക്ക് പോകും. ആട് കുത്താൻ വരുന്നാ? ഇല്ല, ആട് കുത്തുന്നു. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. പള്ളിയിൽ നിന്ന് ഭയങ്കര തിരക്കായിരുന്നു. ഈ പള്ളി ഏകദേശം 850 വർഷത്തെ പഴക്കമുള്ളൊരു പള്ളിയാണ്. എല്ലാ ആൾക്കാരും വരുന്നൊരു പള്ളിയാട്ടോ. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമൊക്കെ വരുമ്പം ആദ്യം മുതലേ അതെ, ഞാനിവിടെ വന്ന് കുറച്ച് നേരം ഇരിക്കും. അപ്പം മനസ്സിനൊരു സമാധാനം കിട്ടും. അങ്ങനെ ഞാൻ വരും. ഓരോ വിശ്വാസമല്ലേ. അപ്പം ഞങ്ങൾ ഏകദേശം 1 മണിക്കൂറൊക്കെ ഇവിടെ ഇരുന്ന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇതാണ് ചെക്ക് പോസ്റ്റ്. നിന്നെ നോക്കുന്നുണ്ടോ കുഞ്ഞാവ? അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വന്നിടത്ത് അക്കുഡൂസിന് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അതൊക്കെ മേടിച്ചു കൊടുത്ത് ബസ് കാത്ത് നിൽക്കുകയാണ്. അപ്പം ബസ് കയറ്റി നേരെ ഇത്താത്താൻ്റെ അടുത്തേക്ക് പോയി തിരിച്ച് വീട്ടിലേക്ക് പോകണം.